ഹലോ എവരി വൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ജസ്റ്റ് കുറേ നാളായി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ പുറത്തിറങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ പകുതിക്ക് എത്തിയപ്പോൾ നമ്മൾ കുറച്ച് ബേക്കറിയിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സും അതുപോലെ തന്നെ കുറച്ച് സ്നാക്സും വാങ്ങുന്ന പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. വണ്ടി പോകുന്ന ടൈം നമുക്ക് കഴിക്കാമല്ലോ, അങ്ങനെ വെച്ച് ഈ കാണുന്നതായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ടോ കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ആവശ്യം നമ്മൾ പുതിയ പാദസരം മാറ്റിയിട്ട് വാങ്ങിയിരുന്നു. അപ്പോൾ ആളതിൻ്റെ പൊലിവിലായിരുന്നു കേട്ടോ. പിന്നെ ആ പാച്ചനം വാങ്ങുന്നിടത്ത് തന്നെ ആൾക്കാരോട് ചോദിച്ചിട്ടോ ആ ഒരു ഏരിയയിൽ എവിടെയാണ് നല്ലൊരു സ്പോട്ട് ഉള്ളതെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ വേറൊരു സ്പോട്ടായിരുന്നു വിചാരിച്ച് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ മോക്ക് പാർക്കൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ പഴശ്ശി ഡാമിൽ പാർക്കിൽ പോയിക്കോന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് നേരെ അവിടെ തന്നെ വിടാമെന്ന്. പോകുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ ഈ കാർ മൊത്തം അവിടെ ഉള്ള പാർക്കിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ കുട്ടികൾക്ക് വരുന്നത് ഹാഫാണ് കേട്ടോ. 6 വയസ്സിന് താഴെ വരുന്ന കുട്ടികൾക്ക് 20 രൂപയും. അതുപോലെ തന്നെ ഒരു കണ്ണൂരുകാരായിട്ടും ഞാൻ പഴശ്ശി ഡാമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പാർക്കിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്പേസ് ഒക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണെന്ന് അറിയുന്നത്. അങ്ങനെ നമ്മൾ കുറേ നടക്കാനുണ്ട് കേട്ടോ. ഒരു സമാധാനത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ. ഒരു ഈവനിങ് ഒരു നേരത്തോടെ എത്തിനെങ്കിൽ നല്ല കാമായിട്ട് ഒരു സ്ഥലമൊക്കെ കണ്ട് സമാധാനത്തിൽ ഇരുന്ന് ചിരിച്ചും കളിച്ചും ഒക്കെ പോകാട്ടോ. അങ്ങനത്തെ ഒരു കാമായിട്ട് നമ്മൾ ഒരു വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കാമായ സ്പേസ് ഉണ്ടാവും. അത് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് സ്പോട്ട് ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ തന്നെ ഫിഷ് സ്പാ അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സൈക്കിളിൻ്റെ ഒരു റൈഡും പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സിബിഷൻ കാണുന്ന റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വന്നാൽ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വരുന്നത് നല്ലൊരു വൈബായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് സമയം എൻജോയ് ചെയ്ത് പിന്നെ അവിടുന്ന് ഈ ഒരു ഇത്താൻ്റെ അടുക്കുന്ന നമ്മൾ ഈ ഒരു പാനിപ്പൂരി വാങ്ങി കഴിച്ചിട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നല്ലൊരു ഐറ്റം തന്നെയാണ്. ഹോം മെയ്ഡാണെന്ന് തോന്നുന്നു. പിന്നെ ആൾ കുറേ കളിച്ചു. പിന്നെ പറഞ്ഞു ഐസ്ക്രീം കൊണ്ടുപോകുമ്പോൾ ബാപ്പ ഐസ്ക്രീം വേണം എന്നിട്ട് നമ്മൾ അവിടുന്ന് പിന്നെ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങി കേട്ടോ. ഇതാണ് കേട്ടോ പഴശ്ശി ഡാമിൻ്റെ ഒരു ചെറിയൊരു വ്യൂ ഇതായിരുന്നു കേട്ടോ. പിന്നെ ഒരു സമാധാനത്തിൽ കുറേ സമയം അവിടെ ഇരുന്ന് കുറേ വർത്താനം പറഞ്ഞു ചിരിച്ചു കളിച്ചു. പിന്നെ ഏകദേശം നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ കുറച്ചൊരു രാത്രി ആകുമ്പോൾ നമ്മൾ ഇരുടാന്നതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വേഗം നമുക്ക് നാട് പിടിക്കാമെന്നുള്ളതിൽ അങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. കണ്ണൂർ ടൗണിലേക്ക് പിന്നെ കുറച്ച് സമയത്തേക്ക് 1 മണിക്കൂറത്തൊക്കെ യാത്ര ഉണ്ടെന്നുള്ളതിൽ നമ്മളങ്ങനെ നേരെ അവിടെ ഇറങ്ങി. പിന്നെ നേരെ നമ്മൾ വിട്ടത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ് സ്പോട്ടായിരുന്നു കേട്ടോ. ഒരു ബെസ്റ്റ് മന്തി സ്പോട്ട് തന്നെയാണ്. അതെൻ്റെ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അവിടെ നിന്ന് മന്തിയും കഴിച്ച് നമ്മൾ നേരെ നാട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.